സർക്കാർ റവന്യൂ കൂട്ടാൻ വേണ്ടി ഏറ്റവും പ്രധാനമായും ചെയ്യുന്ന കാര്യം ഈ മദ്യത്തിൻ്റെ വില കൂട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഇരട്ടിയിലധികം സർക്കാർ ടാക്സ് ആയിട്ട് വാങ്ങിച്ചു കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ ടാക്സ് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പം, നമ്മൾ കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഡെയിലി മദ്യം വാങ്ങിച്ചു കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരും കൂലിപ്പണിക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ദരിദ്ര കുടുംബാംഗങ്ങളാണ്. ഒരു ദിവസം 500 രൂപ 1000 രൂപ പണിക്കൂലി കിട്ടുന്ന ഒരാൾ 300 രൂപയ്ക്ക് കള്ളു കുടിച്ചുകൊണ്ടിരുന്നുവെന്ന് കരുതുക. സർക്കാർ അതിൻ്റെ വില 400 ആക്കുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് കൊടുക്കുന്ന രൂപയാണ് കുറയുന്നത്. അയാളുടെ പണിക്കൂലിയൊന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരനായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് പരമാവധി ടാക്സ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരനായ മനുഷ്യൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള പൈസയുടെ വിഹിതം കുറയ്ക്കുന്ന പരിപാടിയാണ്. ഒരു നിലയ്ക്കുള്ള പിടിച്ചുപറിയാണ് ഈ നടത്തുന്നതെന്ന കാര്യം കാണണം. അല്ലെങ്കിൽ എന്നിട്ട് സർക്കാരിന് വില കൂട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉപഭോഗം കുറയ്ക്കാം എന്നൊരു പ്ലാൻ ഇടയ്ക്ക് വിശദീകരിക്കപ്പെട്ട ഒന്നാണ്. വില കൂടുമ്പോൾ ഉപഭോഗം കുറയും. അങ്ങനെ കുറയുമോ? ഈ അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും, ഇപ്പം നമ്മൾ MDMA ഉപയോഗിക്കാൻ വേണ്ടി അമ്മൂമ്മയെ തല്ലിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. മദ്യപിക്കാൻ പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ അക്രമം കാണിക്കുന്ന ആൾക്കാരെ ഉണ്ട്, മോഷ്ടിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? ഏത് തരത്തിലുള്ള അതിക്രമത്തിനും തയ്യാറാവും. അപ്പോൾ ഗവൺമെൻറ് മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, മദ്യം ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞാൽ ആ നയത്തിനൊപ്പം നിൽക്കണം. നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കുന്നവരെല്ലാം മോശക്കാർ എന്നൊന്നും പറഞ്ഞുള്ള തീർപ്പിലേക്ക് പോകാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. എനിക്ക് ആശയപരമായി അതിനോട് വിയോജിപ്പുള്ള ആളാണ് വ്യക്തിപരമായി. പക്ഷേ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ഒരു നയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ നയത്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ള ബാധ്യത ഗവൺമെൻറ് ഉണ്ട്. അല്ലാതെ ഞങ്ങൾ സ്കൂളുകൾ തുറക്കുന്നു, ബാറുകൾ പൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് പരമാവധി ബാറുകൾ തുറക്കുക, പുതിയ ലേബലിൽ മദ്യങ്ങൾ പുറത്തിറക്കുക, എന്നിട്ട് അതിൻ്റെ പരമാവധി പൈസ ഈടാക്കുക, സാധാരണക്കാരുടെ പോക്കറ്റ് വലിച്ചു കീറിയെടുക്കുക എന്ന് പറയുന്ന പരിപാടി മദ്യ കച്ചവടത്തിനകത്ത് നടത്തുന്നുണ്ട്. സോ മദ്യ നയത്തിൻ്റെ കാര്യത്തിലും മദ്യ കച്ചവടത്തിൻ്റെ കാര്യത്തിലും ടാക്സേഷൻ്റെ കാര്യത്തിലും ഈ സർക്കാർ അങ്ങനെ ഒരു മികച്ച സമീപനം സ്വീകരിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. സർക്കാരിന് പല ന്യായവും പറയാൻ കാണും. ഗവൺമെൻറ് റവന്യൂ കുറഞ്ഞു, GST വന്നതോടെ ഇവിടെ ഇപ്പോൾ വേറെ വരുമാനമൊന്നും കിട്ടാനില്ല, GST വിഹിതമാണെങ്കിൽ മോദി മര്യാദയ്ക്ക് സമയബന്ധിതമായി തരുന്നുമില്ല, പൈസ കിട്ടാനുള്ള മാർഗ്ഗങ്ങളൊക്കെ സർക്കാർ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ലോട്ടറിയും മദ്യവും പലതരത്തിലുള്ള റവന്യൂസ് പരമാവധിയിൽ ഊറ്റാൻ നോക്കുന്നുണ്ടാവും. പക്ഷേ മദ്യത്തിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മദ്യം ഒരു സാമൂഹിക വിപത്താണെന്ന കാര്യത്തിൽ തർക്കമുള്ള ആരുമില്ലല്ലോ. അത് മനസ്സിലാക്കിയ ഒരു പാർട്ടിയാണ് CPM. ആ പാർട്ടി ഇതിൻ്റെ ഫ്ലോ കൂട്ടാനും അതിനെ പോപ്പുലറൈസ് ചെയ്യാനും ജനകീയമാക്കാനും ഒക്കെ നടത്തുന്ന എക്സസൈസ് ഒരു നിലയ്ക്ക് വലിയ വൈരുദ്ധ്യത്തെ തുറന്നു കാണിക്കുന്നുണ്ട് എന്ന കാര്യം ആ പാർട്ടി ആലോചിക്കാം.